എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കാത്തിരുന്ന നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ഇനി വെറും 23 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനുള്ളിൽ വലിയ സഹായങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. 3 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിനോടൊപ്പം തന്നെയാണ് ആസാമിലും പുതുച്ചേരിയിലും ഇലക്ഷൻ നടക്കുന്നത്. ഏപ്രിൽ 9 ഇലക്ഷൻ നടക്കുന്നത്. ഏപ്രിൽ 23 തീയതി തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കും. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ ആദ്യഘട്ട ഇലക്ഷനും ഏപ്രിൽ 23 നടക്കും. ഏപ്രിൽ 29 പശ്ചിമ ബംഗാളിലെ അവസാനഘട്ട ഇലക്ഷൻ നടക്കുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് രാജ്യത്ത് 5 ഇടങ്ങളിലേക്കായിട്ടുള്ള ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. എല്ലായിടത്തെയും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് മെയ് 4 തീയതി ശനിയാഴ്ചയാണ്. അപ്പോൾ കാത്തിരിപ്പുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 25 ദിവസത്തിലധികം കാത്തിരിക്കണം വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. വിഷുവും ഈസ്റ്ററും കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ഷൻ ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിലും അതിനു മുമ്പ് ഇലക്ഷൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നിരവധി സഹായങ്ങൾ ലഭിക്കാൻ പോകുന്നു. അതായത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ നേരത്തെ ആകും എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇവയൊക്കെ കൂടുതൽ മാസങ്ങളിലേത് ഏപ്രിൽ 9 മുമ്പ് ലഭിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് മാർച്ച് മാസത്തെ ആനുകൂല്യങ്ങളാണ്. മാർച്ച് മാസത്തെ ആനുകൂല്യം 25 തന്നെ വിതരണം ചെയ്യും. ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള തൊട്ട് മുമ്പുള്ള മാസമായിട്ടുള്ള മാർച്ച് മാസത്തിൽ 25 കൂടി ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും. അത് മാക്സിമം കയ്യിലേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന ഏപ്രിൽ മാസം ആദ്യ ആഴ്ചകളിലേക്ക് ഇതിന്റെ വിതരണം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വിഷു ഈസ്റ്ററിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യും. അതും ഏപ്രിൽ 9 മുമ്പ് വിതരണം ചെയ്യും. അങ്ങനെ 4000 രൂപയായിരിക്കും ഒരുമിച്ച് ഏകദേശം 10 ദിവസത്തിനിടവേളകളിലായിട്ട് ലഭിക്കാൻ പോകുന്നത്. ചിലപ്പോൾ, ഉറപ്പില്ല, ചിലപ്പോൾ മെയ് മാസത്തെ പെൻഷനും ഈ ഒരു 2 മാസത്തെ മുൻകൂറായി അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞ് വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് മുൻകൂറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു രീതിയിലാണ് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക എങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷനും സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും. ഈ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉടൻ വിതരണം ചെയ്യും. ഇതുകൂടാതെ ഏപ്രിൽ 9 മുമ്പ് തന്നെ ഏപ്രിൽ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷനും വിതരണം ചെയ്യുന്നതാണ്. അത് മെയ് മാസത്തേതും അഡ്വാൻസ് ആയിട്ട് വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ 3000 രൂപ വരെ പ്രതീക്ഷിക്കാം. ക്ഷേമ പെൻഷൻ ഏപ്രിൽ 9 മുമ്പ് 6000 രൂപ വരെ പ്രതീക്ഷിക്കാം. ഈ ഒരു രൂപത്തിലുള്ള വിതരണം ഉണ്ടാവും. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന്റെ വിതരണവും ഇതേ രീതിയിൽ ഉണ്ടാവും. മാർച്ച് മാസത്തേത് വിതരണം ചെയ്തു. ഇനി ഏപ്രിൽ മെയ് മാസത്തേത് ഇതിനു മുമ്പ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങൾ സപ്ലൈകോ വഴിയുള്ള വിഷു ഈസ്റ്റർ ചന്തകൾ വരും. അതിലൂടെ വലിയ ആനുകൂല്യ കിറ്റ് പ്രഖ്യാപനങ്ങളൊക്കെ ചെറിയ വിലക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരേക്കും ബൈ.